ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് റെഗുലേറ്റർ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മളൊരു നിറച്ച സിലിണ്ടർ കുറ്റിയാണ്. ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ ഒരു വള്ളി കണ്ടില്ലേ, നമ്മൾ ആദ്യം ഈ ഒരു സീലാണ് കളയേണ്ടത്. ഈ വള്ളിയിൽ പിടിച്ച് പുറകോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ സീൽ അങ്ങനെ കീറും. ഇതിങ്ങനെ പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്, വെള്ള ക്യാപ്പ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇത്രയുള്ള പരിപാടി. ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോരും. ഇനി ജസ്റ്റ് ഇങ്ങനെ പുറകോട്ട് വലിക്കുക, നേരെ മേളിലേക്ക് പൊക്കുക. ഇനി നമുക്ക് തൊട്ടിപ്പുറത്തുള്ള സിലിണ്ടർ ഇതിൻ്റെ അകത്ത് നിന്ന് റെഗുലേറ്റർ ഊരിയെടുക്കുക. റെഗുലേറ്ററിൻ്റെ ഈ ഒരു നോബ് താഴത്തേക്ക് ആക്കുക. എന്നിട്ട് നേരെ മേളിലേക്ക് പൊക്കിയെടുക്കുക. അപ്പോൾ മേളിലേക്ക് പൊക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ താഴെ ഇവിടെ ഒരു വൈറ്റ് കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ ഈ ഒരു പാർട്ടാണിത്, ലോക്കാണിത്. ഇത് ഉണ്ട്, ഇങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ റെഗുലേറ്റർ പൊക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതിൽ പിടിച്ചിങ്ങനെ വലിച്ച് മേളിലേക്ക് വെച്ചിട്ട് വേണം പൊക്കിയെടുക്കാനായിട്ട്. പുതിയ സിലിണ്ടറിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇങ്ങനെ കൈ പിടിക്കുക. ഇങ്ങനെ കൈ പിടിച്ചിട്ട് നേരെ സിലിണ്ടറിനകത്തേക്ക് താഴത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഭാഗത്തിൽ താഴത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക.